ഹായ് ഫ്രണ്ട്സ്, ഇപ്പോൾ വയനാട്ടിലെ അമ്പലവയലാണുള്ളത്. അവിടെയുള്ള ഇടക്കൽ ഗുഹ കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ്. ഗുഹയിലേക്ക് പ്രവേശിക്കാൻ വേണ്ടി ഒരാൾക്ക് 50 രൂപയുടെ പാസ് എടുക്കണം. അതിനുശേഷം ഈ കാണുന്ന വഴികളിലൂടെയാണ് നമ്മൾ ഗുഹയിലേക്ക് പോകേണ്ടത്. നമ്മളിപ്പം ഗുഹയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ വഴിയാണിത്. അത് ഈ കാണുന്നതൊക്കെ അവിടുന്ന് ഗുഹയിൽ പ്രവേശിച്ച് ഗുഹ കണ്ടതിന് ശേഷം മടങ്ങി വരുന്ന ആൾക്കാരാണ് ഇതൊക്കെ. നമ്മളിപ്പം മുന്നോട്ട് പോകുന്നേ ഉള്ളൂ. നല്ല കാറ്റുണ്ട് കേട്ടോ. സ്റ്റെപ്പായിട്ടുള്ള സ്ഥലമാണ് ഇത്. നല്ല ഉയർച്ചയുണ്ട്. ഇതിങ്ങനെ കയറി പോകണം. അപ്പോൾ ഈ കയറ്റം ഇതിനും പാറകളുടെ ഒരു ഇത് കണ്ടോ. ഈ വഴിയിലൂടെ നടന്നു പോകണം. ഇത് നല്ല നടക്കാനുള്ള വഴിയുണ്ട് ഇവിടെ. ഈ സ്റ്റെപ്പ് വഴിയാണ് നമ്മൾ മുകളിലേക്ക് കയറി പോകേണ്ടത്. പേടിക്കാനൊന്നുമില്ല, നല്ല ഉറപ്പുള്ള സ്റ്റെപ്പൊക്കെയാണ്. നല്ല ഹാൻഡിലുണ്ട്. ഇത് പിടിച്ചിട്ട് മുകളിലേക്ക് മെല്ലെ കയറി പോയാൽ മതി. കുറച്ച് നീളത്തിലുള്ള സ്റ്റെപ്പാണിത്. നല്ല ഹാൻഡിലുണ്ട്. ഹാൻഡിൽ പിടിച്ചിട്ട് കയറാവും, അതാണ് സേഫ്റ്റി. അപ്പോൾ നമ്മൾ മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല ചുറ്റും നല്ല കാഴ്ചകളും കാണാം. ഇതിൻ്റെ നല്ല മരങ്ങളും നല്ല ഇതൊക്കെ ആയിട്ട് നല്ല നല്ല കാഴ്ചകളുണ്ട് ഇവിടെ. മുകളിലോട്ട് പോയിക്കൊണ്ടിരിക്കും തോറും നമുക്ക് നല്ല സൈഡ് വ്യൂ കിട്ടുന്നതായിരിക്കും. നല്ല പാറകളുടെയും എല്ലാം നല്ല വ്യൂ പോയിന്റ് കിട്ടുന്നതായിരിക്കും. ഇതിൻ്റെ ചുറ്റും നല്ല വ്യൂ ആണ്. ഇതാണ് മുകളിലേക്കുള്ള കയറ്റം. നല്ല കയറ്റാണ്. നല്ല കിതപ്പുണ്ട് കേട്ടോ. നല്ല പാറകൾ ഇങ്ങനെ നല്ല ഇതാണ്. ഭീമാകാരമായ പാറകളാണ്. ഇതിൻ്റെ ചുറ്റുമുള്ള പാറകളാണ്. ഓക്കെ, നമുക്ക് ഈ വഴിയോരത്തെല്ലാം നല്ലൊരു പാറകളുടെ കണ്ടോ, കുത്തനെ നിൽക്കുന്ന പാറകൾ ഇങ്ങനെ കാണാൻ പറ്റും. ഭയങ്കരമായ പാറകൾ. ഇതിൻ്റെ പാറയുടെ മേലെ കൂടിയാണ് ഈ സ്റ്റെപ്പ് അടിച്ചിരിക്കുന്നത്. ഈ സ്റ്റെപ്പ് കയറിയിട്ടാണ് നമുക്ക് ഇങ്ങനെ മുകളിലേക്ക് എത്തിക്കൊണ്ടിരുന്നത്. അങ്ങനെ കയറി ഞങ്ങൾ ഏകദേശം മുകളിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ താഴെ നിന്ന് കൂടുതൽ ടീം മുകളിലേക്ക് കയറി വരുന്നുണ്ട്. എല്ലാവരും നല്ല ഉഷാറായിട്ട് തന്നെ വരുന്നുണ്ട്. ചെറിയ കഥപ്പുണ്ടെങ്കിലും നിന്ന് ആൾക്കാർ വരുന്നുണ്ട്. താഴെ നന്നായിട്ട് വീണ്ടും ആൾക്കാർ മുകളിലേക്ക് വരുന്ന കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത്. ഇത്ര ഉയരത്ത് ഞങ്ങൾ എത്തിയിരിക്കുന്നത്. ഞങ്ങൾ ഏകദേശം മുകളിൽ എത്തിയിരിക്കുകയാണ്. ഇപ്പം വീണ്ടും താഴെ നിന്ന് വരുന്ന ആൾക്കാരാണ് ഇതൊക്കെ. നല്ല വ്യൂ പോയിൻ്റ് ഉണ്ട്, സൈഡ് വ്യൂവും കിട്ടും. അതുകൊണ്ട് നമുക്ക് അത്ര കിതപ്പറിയില്ല. നമ്മൾ ഈ സ്റ്റെപ്പ് കയറി ഇങ്ങനെ മുകളിൽ എത്തിക്കഴിഞ്ഞാൽ നല്ല നല്ല വ്യൂ പോയിൻ്റ് നമുക്ക് കാണാൻ പറ്റും. ഈ സ്റ്റെപ്പിൻ്റെ മുകളിൽ നിന്ന് കാണാൻ പറ്റുന്ന നല്ല വ്യൂകളാണ്. അതാണ് നല്ല നല്ല പുറം കാഴ്ചകളാണ്. നല്ല ഒരു പാറയുടെ ഇത് കാണാൻ പറ്റും കേട്ടോ. ഇത് ഈ സ്റ്റെപ്പ് കയറി മുകളിലെത്തോളം കാണാൻ പറ്റുന്നത്, പകുതി നിന്ന് കാണാൻ പറ്റുന്നതാണ്. ഇത് മേലം തോറും നല്ല നല്ല കാഴ്ച കാണാൻ പറ്റും. നല്ലൊരു വ്യൂ ആണ്. ഇതിൻ്റെ മുകളിൽ നിന്ന് കാണാൻ പറ്റുന്ന കാഴ്ചയാണ്. അങ്ങനെ ഞങ്ങളിപ്പോൾ ഏകദേശം മുകളിൽ എത്തിയിരിക്കുകയാണ്. ആ മുകളിൽ നിന്ന് കാണാൻ പറ്റുന്ന ഒരു വ്യൂ പോയിൻ്റാണ് നമ്മൾ. ഏകദേശം നല്ല വ്യൂ പോയിൻ്റാണ്. ഏകദേശം ടോപ്പിലെത്തിയിട്ടുണ്ട്. ഇവിടെ കാണാൻ പറ്റുന്നൊരു കാഴ്ചയാണ്. നല്ലൊരു വ്യൂ പോയിൻ്റാണ്. അങ്ങനെ കയറി ലാസ്റ്റ് നമ്മൾ എത്തിയിരിക്കുകയാണ്. ഗുഹയുടെ എൻട്രൻസിൻ്റെ മുന്നിലെത്തിയിരിക്കുകയാണ്. ഇതാണ് ഗുഹയുടെ എൻട്രൻസ്. ഇവിടെ എന്തൊക്കെ ഒരു നിബന്ധനകളൊക്കെ വെച്ചിട്ടുണ്ട്. നമുക്ക് ആ നിബന്ധനകളൊന്ന് വായിച്ചു നോക്കാം. പാറകളിൽ വരക്കുന്നതും ഗുഹാചിത്രങ്ങളിൽ സ്പർശിക്കുന്നതും ശീർഷാസനമാണ്. അപ്പോൾ അതൊന്നും ആരും ചെയ്യരുത്. ഇവിടെ ഒരു അറിയിപ്പുണ്ട്, ഇതൊക്കെ നോക്കുക. അപ്പോൾ ഞങ്ങൾ ഗുഹയുടെ അകത്തേക്ക് ഇറങ്ങുകയാണ്. ഇതാണ് അകത്തേക്ക് ഇറങ്ങേണ്ട സ്റ്റെപ്പ്. അപ്പോൾ നമുക്ക് ഈ കാണുന്നത് ഇതാണ് ഗുഹയുടെ അകം. ഇപ്പം നമുക്ക് ഇതിൻ്റെ ഉള്ളിലുള്ള കാഴ്ചകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഇതിവിടെ ഇറങ്ങിയിട്ട് താഴെത്തിയിരിക്കുകയാണ്. ഇപ്പം ഗുഹേൻ്റെ അകത്താണുള്ളത്. ഈ കാണുന്നതാണ് ഗുഹ. ഇത് ഗുഹയുടെ
ഉൾഭാഗമാണിത്. ഇതാണ് ഗുഹയുടെ ഉൾഭാഗം. നല്ലൊരു പ്ലേസ് തന്നെയാണ്. നമ്മൾ ഗുഹയുടെ ഉൾഭാഗത്തെത്തി മുകളിലോട്ട് നോക്കിയാൽ രണ്ട് വലിയ കൂറ്റൻ പാറകൾ മുട്ടി നിൽക്കുന്നതാണ്, ഒരുമിച്ച് പ്രസ് ചെയ്ത് നിൽക്കുന്നതാണ്. അത് നല്ലൊരു കാഴ്ച തന്നെയാണ്, ആരെ അതിശയിപ്പിക്കുന്ന ഒരു കാഴ്ചയാണ്. ഇതെങ്ങനെ സംഭവിച്ചെന്ന് നമ്മൾ ചിന്തിച്ചു പോകും. അതുകൊണ്ട് രണ്ട് പാറകൾ നല്ല മുട്ടി നിൽക്കുന്നുണ്ട്. അന്ന് താഴെ നിന്ന് നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് താഴ്ഭാഗത്ത് മുകളിലോട്ട് പോകും. അതൊരു ആരെ അതിശയിപ്പിക്കുന്ന ഒരു കാഴ്ച തന്നെ പറയാം. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത. दर्शन कराया ഗുഹയുടെ അകത്ത് രണ്ട് സെക്യൂരിറ്റി ഉണ്ടാവും. അവർ പറയുന്ന നിർദ്ദേശങ്ങൾ നമ്മൾ പാലിക്കണം. അവിടെ ബഹളം വെക്കാൻ പാടില്ല. ഒച്ച ഈ ഹിന്ദിക്കാരുണ്ട്, അവർ നന്നായി ബഹളം വെക്കുന്നതുകൊണ്ടാണ് അവർ പറയുന്നത്. ആൾക്കാർ ഇറങ്ങി വരുന്നതാണ്, ഗുഹയിലേക്ക് ഇറങ്ങി വരുന്ന എൻട്രൻസ് ആണ്. ഗുഹ കവാടാണ് മുകളിൽ കാണുന്നത്. ഗുഹയുടെ ഏറ്റവും മുൻഭാഗത്തെത്തിയാൽ ഏറ്റവും മുൻവശത്ത് ഇതുപോലെ ഒരു വിടവ് കാണാം, ഗ്യാപ്പ്. ഇത് രണ്ട് വലിയ പാറകളെയും വേർതിരിക്കുന്ന ഒരു വിടവാണ്. അവിടെ ഒരു ഗ്രില്ലിട്ട് അടച്ചുണ്ട്. ആ ഗ്രില്ല് താഴത്തേക്കുള്ള ഒരു കുഴിയാണത്. അതുകൊണ്ടാണ് അവിടെ ഗ്രില്ലിട്ട് അടച്ചത്. ഇതിൻ്റെ അകത്ത് പാറക്കകത്ത് ചുമരിൽ പാറയുടെ മുകളിൽ പഴയ കാലത്തെ ലിപികളൊക്കെ കൊത്തി വെച്ചിട്ടുണ്ട്. ഏത് കാലത്തെയാണെന്നറിയില്ല. പല ലിപികളും ചിത്രങ്ങളും സിമ്പലൊക്കെ ഉണ്ട്. നല്ല ഭംഗിയുള്ള ചിത്രങ്ങളും നല്ല രീതിയിൽ കൊത്തി വെച്ചിട്ടുണ്ട്. നമുക്കത് കാണാൻ പറ്റും, നന്നായിട്ട് കാണാൻ പറ്റും പാറയുടെ മുകളിൽ ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ. പക്ഷെങ്കിൽ ഈ പാറയുടെ ഒരു ഭാഗത്ത് പൂപ്പ് പിടിച്ചത് കാരണം നമുക്കിത് ശരിക്കും കാണാൻ പറ്റുന്നില്ല. 50 രൂപയാണ് എൻട്രൻസ് ഫീ വാങ്ങുന്നത്. എന്നിട്ട് ഇതൊന്നും ക്ലീൻ ആക്കിയിട്ടില്ല. അപ്പോൾ ഫ്രണ്ട്സ്, ഇതൊക്കെയാണ് ഇടക്കൽ ഗുഹേൻ്റെ അകത്ത് കാണാനുള്ളത്. നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയാണ്. ഇവിടെ വരാൻ ശ്രമിക്കുന്നവർ രാവിലെ എത്താൻ ശ്രമിക്കുക. പിന്നെ വൈകിട്ട് 4 മണി വരെ എൻട്രൻസ് ഉള്ളൂ. പിന്നെ എൻട്രൻസ് എടുത്ത് കയറി കഴിഞ്ഞാൽ 5 മണിക്ക് പുറത്തിറങ്ങാൻ വേണം. അപ്പോൾ എല്ലാവരും രാവിലെ എത്താൻ ശ്രമിക്കുക. മറ്റൊരു വീഡിയോ വീണ്ടും കാണാം.